അടുക്കളയിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ. പാചകവാതകത്തിന്റെ കുറച്ചുള്ള ഉപയോഗം, എളുപ്പത്തിലുള്ള പാചകം എന്നിവയെല്ലാം മുൻനിർത്തിയാണ് ഭൂരിഭാഗം ആൾക്കാരും നോൺ സ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 5 വർഷം വരെയാണ് പോലും ഈ ഒരു പാത്രത്തിന് ആയുസ് പറയുന്നത്. അതായത് 4 മുതൽ 5 വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 വർഷം തികയുന്നതിന് മുന്നേ തന്നെ ഇത് പോയി പോവാറുണ്ട്. ഇതിന്റെ ഉൾഭാഗത്തുള്ള കറുത്ത കോട്ടിങ് ഇളകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ നമ്മളിത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെക്കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുള്ള കുഞ്ഞു ടിപ്പുകളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പുതിയ നോൺ സ്റ്റിക് പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ചൂടുവെള്ളത്തിൽ ഡിഷ് വാഷ് ചേർത്ത് മുക്കി വെക്കണം. ശേഷം സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. ഒപ്പം തന്നെ സിലിക്കോൺ അല്ലെങ്കിൽ മരത്തിന്റെ തവികൾ മാത്രമേ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒപ്പം തന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ പാകം ചെയ്യാൻ പാടില്ല. മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാചകം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാനോ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകാനോ ഒന്നും പാടില്ല. ചൂടാറിയ ശേഷം മാത്രമേ ഈ പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കഴുകാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കറുത്ത കോട്ടിങ് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.